ഹായ്, വെൽക്കം ബാക്ക് ടു എം ഗുരു. ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങൾ യു എം ടി ഉപയോഗിക്കുന്ന സമയത്ത് ചില കേസുകളിൽ എറർ വരാറുണ്ട്. അതായത് യു എം ടി ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ കാർഡ് ആക്ടിവേഷൻ എക്സ്പയർഡ് എന്നോ അല്ലെങ്കിൽ കാർഡ് കൗണ്ടർ അപ്ഡേറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ട് എറർ മെസ്സേജ് വരാറുണ്ട്. അങ്ങനെ എറർ മെസ്സേജ് വരുന്ന സമയത്ത് നമുക്ക് അതെങ്ങനെ റിസോൾവ് ചെയ്യാന്നുള്ളതും യു എം ടിയുടെ ആക്ടിവേഷൻ എക്സ്പയർ ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതും പുതിയ സെറ്റപ്പുകൾ വരുന്ന സമയത്ത് വളരെ സ്റ്റേബിളായിട്ട് അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഒറിജിനൽ സെറ്റപ്പ് തന്നെ വൈറസ് ഒന്നുമില്ലാത്ത ഒറിജിനൽ സെറ്റപ്പ് തന്നെ എങ്ങനെ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. രണ്ട് കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം യു എം ടിയുടെ കാർഡ് മാനേജറും രണ്ടാമത്തെ കാര്യം യു എം ടി സപ്പോർട്ട് ആക്സസും. അപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ ഉപയോഗിക്കുന്ന ഇതേമാതിരിയുള്ള യു എം ടി പ്രോ അല്ലെങ്കിൽ യു എം ടിയുടെ ഡോങ്കിൾ ആണെങ്കിൽ നിങ്ങൾ ഫ്രഷ് ആയിട്ട് മേടിക്കുന്ന സമയത്ത് നിങ്ങൾ ആദ്യം ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്കിതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളും ഡൗൺലോഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഓൾറെഡി നമ്മളൊരു വീഡിയോയിൽ സെറ്റപ്പും കാര്യങ്ങളും പുറത്തുനിന്ന് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത് ഒഫീഷ്യൽ മെത്തേഡാണ്. അതുപോലെ നിങ്ങളുടെ കാർഡ് വാങ്ങുന്ന സമയത്ത് നിങ്ങളുടെ ടൂള് ജസ്റ്റ് ഓപ്പൺ ആയിട്ട് ക്ലോസ് ആയി പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ ഓപ്പൺ ആയിട്ട് എറർ മെസ്സേജ് വന്ന് നിൽക്കുകയാണെങ്കിലോ അതെങ്ങനെ റെക്ടിഫൈ ചെയ്യുക എന്നുള്ളതും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് കേസ് നമുക്ക് വേണ്ടത് യു എം ടി കാർഡ് മാനേജറാണ്. അതായത് ഈ കാർഡ് ഡിറ്റക്റ്റ് ആവുന്ന സമയത്ത് ആ കാർഡ് ഡിറ്റക്റ്റ് ആവാനും അതിൻ്റെ ഡ്രൈവറും കാര്യങ്ങളൊക്കെ സെറ്റ് ആവാനും പുതിയ സെറ്റപ്പുകൾ ഇത് വർക്ക് ചെയ്യാനുള്ള നമുക്ക് ഫോൺ അൺലോക്കും കാര്യങ്ങളും ചെയ്യാനുള്ള സോഫ്റ്റ്വെയറും കാര്യങ്ങളും എവിടെ നിന്ന് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് യു എം ടിയുടെ സപ്പോർട്ടിലേക്കുള്ള ഒരു ആക്സസ് ആണ്. അപ്പോൾ സപ്പോർട്ട് ആക്സസിന് വേണ്ടിയിട്ട് അവർ ചെറിയൊരു ടൂൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സപ്ലൈ ചെയ്യുന്നുണ്ട്. ആ ടൂളിൻ്റെ ലിങ്കുകൾ പല സ്ഥലങ്ങളിലും നമുക്ക് ബ്രോക്കൺ ആയിട്ട് കാണാം. കാരണം കുറേ മുന്നേ ഇറങ്ങിയ ടൂളായതുകൊണ്ട് തന്നെ ഇപ്പോൾ പല സൈറ്റുകളിൽ നിങ്ങൾ പോയി കഴിഞ്ഞാലും ആ ലിങ്ക് കിട്ടണമെന്നില്ല. അപ്പോൾ ആ ലിങ്ക് ഞാൻ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അതിൽ നമുക്ക് നേരെ പോയി കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ചെറിയൊരു സെറ്റപ്പാണ്, നമുക്കൊരു 6 MB അടുത്ത് വരുന്ന സെറ്റപ്പാണ്. നമ്മൾ ആ ഡൗൺലോഡ് ചെയ്ത സെറ്റപ്പ് എന്ത് ചെയ്യണം, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഇപ്പോൾ ലേറ്റസ്റ്റ് വരുന്നത് സപ്പോർട്ട് ആക്സസിൻ്റെ 2.0 എന്നുള്ളതാണ്. അപ്പോൾ അതിലുള്ള EXE ഫയൽ നമ്മൾ എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മളത് ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ഞാനത് എക്സ്ട്രാക്ട് ചെയ്യുന്നുണ്ട്. സപ്പോർട്ട് ആക്സസ് വേർഷൻ 2.0. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, ഈ സപ്പോർട്ട് ആക്സസിൻ്റെ ഒരു EXE ഫയൽ കിട്ടുന്നുണ്ട്. ആ EXE ഫയൽ ഞാൻ ഓപ്പൺ ആക്കിയതിന് ശേഷം ഞാൻ നെക്സ്റ്റ് അടിച്ചു. ഡെസ്ക്ടോപ്പിലേക്ക് ഒരു ഷോർട്ട് കട്ടിന് ഞാൻ ടിക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ നെക്സ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ അവിടെ ഇൻസ്റ്റാളിങ് കംപ്ലീറ്റ് ആവും. ഇൻസ്റ്റാളിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമ്മളത് ഫിനിഷ് ചെയ്യുക. അത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡെസ്ക്ടോപ്പിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇതിൻ്റെ ഐക്കൺ കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം UMT വേർഷൻ 2 സപ്പോർട്ട് ആക്സസ്. അപ്പോൾ ഇതാണ് നമുക്ക് ഇതിൻ്റെ ഫേംവെയറും അതുപോലെ തന്നെ ഇതിൻ്റെ സോഫ്റ്റ്വെയറും ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക്. നമ്മളതിൽ ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ലോഡിങ് കാണിച്ചു. എന്നിട്ട് എന്ത് വന്നു, മിസ്സിംഗ് സ്മാർട്ട് കാർഡ് എന്ന് പറഞ്ഞൊരു എറർ മെസ്സേജ് വന്നു. കാരണം നമ്മുടെ ബോക്സ് ഇപ്പോൾ കണക്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ ബോക്സ് സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്യുന്നു. അപ്പോൾ നിങ്ങളുടെ ബോക്സ് കണക്ട് ആയി കഴിഞ്ഞാൽ അതിലുള്ളൊരു LED ബ്ലിങ്ക് ചെയ്യാൻ തുടങ്ങും. LEDയുടെ ബ്ലിങ്കിങ് കഴിഞ്ഞാൽ നമ്മളുടെ ഡ്രൈവർ പ്രോപ്പർ ആയിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. ആ ഡ്രൈവർ പ്രോപ്പറായിട്ട് ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, ഇത് ഓപ്പൺ ആക്കാൻ പറ്റും. നമ്മൾ വീണ്ടും ക്ലിക്ക് ചെയ്തു. വീണ്ടും ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയും അതിൻ്റെ സോഫ്റ്റ്വെയർ അവിടെ ഓപ്പൺ ആയിട്ട് വരുന്നത്. അപ്പോൾ എന്ത് വന്നു, നമുക്ക് UMTയുടെ സപ്പോർട്ട് ആക്സസ് എന്നുള്ള ടൂള് ഓപ്പൺ ആയിട്ട് വന്നു. അപ്പോൾ ഈ ഒരു ചെറിയ ടൂളിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് ഒഫീഷ്യൽ സെറ്റപ്പുകൾ ഡൗൺലോഡ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഡ്രൈവർ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, ഫ്ലാഷ് ഫയലുകളുടെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്, FRP റീസെറ്റ് പാക്കിൻ്റെ കൊടുത്തിട്ടുണ്ട്. നമുക്കിവിടെ ആവശ്യമുള്ള എന്താണ്, ഇൻസ്റ്റാളേഴ്സ് എന്നുള്ള ഈ ഒരു ഫോൾഡറാണ്. ഈ ഒരു ഫോൾഡറിലേക്ക് പോയി കഴിഞ്ഞാൽ UMTയിൽ നമുക്ക് ഏതൊക്കെ മൊഡ്യൂളുകൾ സപ്പോർട്ടാണോ അതിൻ്റെയൊക്കെ ഒഫീഷ്യൽ ഡൗൺലോഡ് ലിങ്ക്, ആ ലിങ്ക് എന്ന് പറഞ്ഞാൽ വേറെ സൈറ്റിലേക്കല്ല. ഒരു ഉദാഹരണത്തിന് നിങ്ങൾക്ക് കോൽക്കോമിൻ്റെ ഫോണുകൾ ചെയ്യണമെങ്കിൽ UMT പ്രോയുടെ കോൽക്കോം ഫയർ എന്ന സെറ്റപ്പ് വേണം. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൽക്കോം ഫയർ കാണാം. അപ്പോൾ നമ്മളത് സെലക്ട് ചെയ്യുന്നു. ജസ്റ്റ് ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫയൽ നോക്കുക, നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന ഇവിടെയുള്ള സപ്പോർട്ട് എന്നുള്ള ടാബിലായിരുന്നു. അത് ഓട്ടോമാറ്റിക് എന്ത് വന്നു, ഈ ഡൗൺലോഡ്സ് എന്നുള്ള ഭാഗത്തേക്ക് ആഡായി. പക്ഷേ ഇപ്പോൾ ഡൗൺലോഡിങ് തുടങ്ങിയിട്ടില്ല. നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ സ്റ്റാർട്ട് കൊടുക്കണം. ആ സ്റ്റാർട്ട് കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ ഒരു സെറ്റപ്പ് ഡൗൺലോഡ് ആവും. ആ ഡൗൺലോഡിങ് നിങ്ങൾക്ക് ഇവിടെ കാണാം, ഡൗൺലോഡിങ് നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ നെറ്റിൻ്റെ സ്പീഡിനനുസരിച്ചിട്ട് ഇതിൻ്റെ സ്പീഡ് വേരി ചെയ്യും. ഈ ഡൗൺലോഡിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ടൂളിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഇവിടെ എന്ത് കൊടുത്തിട്ടുണ്ട്, ലൊക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഈ ലൊക്കേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സെറ്റപ്പ് ഡൗൺലോഡ് ആവുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ ഡൗൺലോഡിങ് നടക്കുന്നത് കൊണ്ടാണ് ഇതിൻ്റെ സൈസ് 0 KB കാണിക്കുന്നത്. ഈ ഡൗൺലോഡിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇത് 42% ആയിട്ടുള്ളൂ. അത് 100% ആയി കഴിഞ്ഞാൽ നമ്മൾ ക്ലിക്ക് ചെയ്തപ്പോൾ സെറ്റപ്പ് എന്തായിരിക്കും, അവിടെ വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം.
ഓക്കെ. ഇപ്പോൾ ഡൗൺലോഡിങ് ഫിനിഷ്ഡ് വന്നു. ഇവിടെ 100% ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ ക്ലിക്ക് ചെയ്ത ഭാഗത്ത് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, നമ്മൾ ഈ ഡൗൺലോഡ് ചെയ്ത സാധനം എന്തായിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, ആ സെറ്റപ്പ് ഡബിൾ ക്ലിക്ക് ചെയ്തെങ്ങാണ്ട് ഇൻസ്റ്റാളിങ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞത് എന്താണ്, UMT സപ്പോർട്ട് ആക്സസ്, അതായത് പുതിയ വേർഷനോ കാര്യങ്ങളോ വരുമ്പം ഒഫീഷ്യലായിട്ട് അത് എങ്ങനെ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. ഇനി രണ്ടാമത്തെ കേസ് ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞു, ചില സമയങ്ങളിൽ നിങ്ങൾ ഓൾറെഡി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന UMT ഡോങ്കിൾ പുതിയ വേർഷനിലേക്ക്, ഇപ്പോൾ ഞാൻ ഈ പുതിയ വേർഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ചിലപ്പോൾ എന്ത് ചെയ്യില്ല, ഈ പുതിയ വേർഷൻ ഓപ്പൺ ആക്കുന്ന സമയത്ത് ഓപ്പൺ ആവാതെ എറർ മെസ്സേജ് വരും. പ്ലീസ് യൂസ് കാർഡ് മാനേജർ ടു അപ്ഡേറ്റ് കാർഡ് കൗണ്ടർ എന്ന് പറഞ്ഞിട്ടൊരു എറർ മെസ്സേജ് വരും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, അതാണ് നമ്മൾ ഈ വീഡിയോയുടെ രണ്ടാമത്തെ സെഗ്മെൻറ്റിൽ പറയുന്നത്. അപ്പോൾ ഈ ഇൻസ്റ്റാളിങ് ഇവിടെ നടന്നോട്ടെ. അപ്പോൾ നമ്മൾ നേരെ ഇതിലേക്ക് തന്നെ പോവാം. നമ്മുടെ സപ്പോർട്ട് ആക്സസ് എടുക്കുക. സപ്പോർട്ട് ആക്സസിൽ നമ്മൾ വീണ്ടും നോക്കുക, ഈ ഡൗൺലോഡ്സിൻ്റെ ഫസ്റ്റ് പേജിൽ. ഓക്കെ, ഈ ഫസ്റ്റ് പേജിലാണ് നമ്മൾ വരിക. ഇവിടെ നമുക്ക് എന്ത് ഓപ്ഷൻ വരുന്നുണ്ട്, UMT കാർഡ് മാനേജർ. അപ്പോൾ ഈ കാർഡ് മാനേജറിൽ ക്ലിക്ക് ചെയ്യുന്നു. ആ കാർഡ് മാനേജർ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഒരു റാർ ഫയൽ ഉണ്ട്. ആ റാർ ഫയൽ നമ്മൾ എന്ത് ചെയ്യുന്നു, സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് ഡൗൺലോഡ് സ്റ്റാർട്ട് അടിക്കുന്നു. അപ്പോൾ ആ ഡൗൺലോഡിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അതും നമ്മുടെ ഡൗൺലോഡ്സിൻ്റെ ഫോൾഡറിൽ വരും. ഇവിടെ ഡൗൺലോഡിങ് കംപ്ലീറ്റ് ആയി കാർഡ് മാനേജർ. ഞാൻ ലൊക്കേഷനിൽ പോകുന്നു. ഇവിടെ നമുക്ക് എന്ത് കാണാം, UMT കാർഡ് മാനേജർ കാണാം. അപ്പോൾ ഈ കാർഡ് മാനേജർ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് എക്സ്ട്രാക്ട് ചെയ്യുക. ഇത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ജസ്റ്റ് എക്സ്ട്രാക്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് ഓപ്പൺ ചെയ്തിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് യൂസ് ചെയ്യേണ്ട സമയം എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നുകിൽ നിങ്ങൾ പുതിയ ബോക്സ് മേടിക്കുന്ന സമയത്ത് നിങ്ങളുടെ സിസ്റ്റത്തിൽ അത് ടൂളുകളൊന്നും ഓപ്പൺ ആവുന്നില്ലെങ്കിൽ, രണ്ടാമത്തെ കേസ് നിങ്ങൾ ഓൾറെഡി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന UMT പുതിയ സെറ്റപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം വർക്ക് ആവുന്നില്ലെങ്കിൽ. അപ്പം നമ്മൾ ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ കാർഡ് കണക്ട് ചെയ്യുക. അപ്പോൾ കാർഡ് കണക്ട് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും, നമ്മുടെ കാർഡിൻ്റെ സീരിയൽ നമ്പർ ഇവിടെ വന്നിട്ടുണ്ട്. സീരിയൽ നമ്പർ വന്നെങ്കിൽ മാത്രമേ നമ്മുടെ ഡോങ്കിൾ അവിടെ ഡിറ്റക്റ്റ് ആയി നിർത്തുള്ളൂ. നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്, ഗെറ്റ് കാർഡ് ഇൻഫോ കൊടുക്കുക. അപ്പോൾ ഗെറ്റ് കാർഡ് ഇൻഫോ കൊടുക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയും നമ്മുടെ കാർഡിൻ്റെ സീരിയൽ നമ്പർ, കാർഡ് കൗണ്ടറിൻ്റെ സ്റ്റാറ്റസ്. ഇതിപ്പോൾ കാർഡ് കൗണ്ടർ ഓക്കെ ആണ്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നേരെ മറിച്ചിട്ട് എന്തിനാണ് ഈ കാർഡ് കൗണ്ടർ കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഈ UMT നമുക്ക് ഒരു വർഷത്തെ വാലിഡിറ്റിയിലാണ് വരുന്നത്. ഒരു വർഷം കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യണത്, വീണ്ടും ഒരു വർഷത്തേക്കും കൂടി പൈസ കൊടുത്ത് ആക്ടിവേഷൻ ചെയ്യണം. അപ്പം ഒരു വർഷം ആയിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ പല ആൾക്കാരും പല സമയത്തായിരിക്കുമല്ലോ ഡോങ്കിളുകൾ മേടിക്കാം. അപ്പോൾ അവർ വാങ്ങിച്ചിട്ട് 1 ഇയർ ആയോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യുന്നു വെച്ചാൽ, ഓരോ തവണ പുതിയ അപ്ഡേഷൻ വരുമ്പോഴും അതിലൊരു കൗണ്ടർ വെക്കും. അപ്പോൾ ആ കൗണ്ടറിൽ ഒരു ദിവസം ഒരു പ്രോപ്പർ ഡേയ്സ് അവർ സെറ്റ് ചെയ്ത് വെക്കും. അത്രയും ദിവസം കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യില്ല, കാർഡ് സോഫ്റ്റ്വെയറിൻ്റെ കൂടെ വർക്ക് ചെയ്യില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും ഇവിടെ വന്നിട്ട് കാർഡ് കൗണ്ടർ അപ്ഡേറ്റ് ചെയ്യണം. ഈ കാർഡ് കൗണ്ടർ അപ്ഡേറ്റ് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ സീരിയൽ നമ്പർ നേരെ എവിടേക്ക് പോകും, UMTയുടെ സെർവറിലേക്ക് പോകും. അവിടെ വെച്ചിട്ട് അവർ ചെക്ക് ചെയ്യും നമുക്ക് വാലിഡിറ്റി ബാക്കിയുണ്ടോ ഇല്ല എന്നുള്ളത്. വാലിഡിറ്റി ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കാർഡ് കൗണ്ടർ അപ്ഡേറ്റ് ആവും. അപ്ഡേറ്റ് ആകുമ്പോൾ നമുക്ക് വീണ്ടും ഒരു മാസമാവും, 30 ദിവസം 60 ദിവസത്തേക്ക് നീട്ടി കിട്ടും. ആ ടൈം കഴിഞ്ഞാൽ ആ കൗണ്ടർ എക്സ്പയർ ആവും. നമ്മൾ വീണ്ടും എന്ത് ചെയ്യേണ്ടി വരും, ഈ കാർഡ് കൗണ്ടർ അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ എൻ്റെ കൗണ്ടർ എന്താണ്, ഓക്കെ ആണ്, അതുകൊണ്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ യു ഹാവ് ലേറ്റസ്റ്റ് ഫേമർ എന്നുള്ളൊരു ലൈൻ ഇവിടെ കാണാം. കാരണം നിങ്ങൾ ചിലപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള UMT ഒക്കെ മേടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിലുണ്ടായിരിക്കുന്നത് പഴയ വേർഷൻ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പുതിയ വേർഷൻ്റെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, ടൂള് വർക്ക് ആവില്ല. ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ അപ്ഡേറ്റ് കാർഡ് ഫേംവെയർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചിപ്പ്, അതായത് ഈ ഒരു ഡിവൈസിൻ്റെ ഉള്ളിൽ വരുന്നൊരു സിം കാർഡ് ഉണ്ട്. ആ സിം കാർഡിൻ്റെ ഫേംവെയർ എന്ത് ചെയ്യും, പുതിയ വേർഷനിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അപ്ഡേറ്റ് ആവും. ഇപ്പോൾ നമ്മൾ 2 കാര്യങ്ങൾ പറഞ്ഞു. ഫസ്റ്റത്തെ കാര്യം കാർഡ് കൗണ്ടർ ഉപയോഗിക്കുന്നത് ആക്ടിവേഷൻ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് ചെക്ക് ചെയ്യാനും. രണ്ടാമത്തെ കേസ് പറഞ്ഞത് കാർഡ് ഫേംവെയർ ആണ്. കാർഡ് ഫേംവെയർ പറഞ്ഞത് പുതിയ സോഫ്റ്റ്വെയറിൻ്റെ കൂടെ കാർഡുകൾ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഗെറ്റ് കാർഡ് ഇൻഫോ അടിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ കാർഡ് ഏത് ഡേറ്റ് വരെ ഉണ്ട്. ഇപ്പം എൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ഇതിപ്പം 25 ഡിസംബർ 2023 എനിക്ക് ഫ്രൈഡേ 14th ജൂൺ ഓഫ് 2024 2024 ജൂൺ 14 വരെ എനിക്ക് എന്തുണ്ട്, വാലിഡിറ്റി ബാക്കിയുണ്ട്. അപ്പോൾ അതുവരെ ഏത് അപ്ഡേഷൻ വന്നു കഴിഞ്ഞാലും എനിക്ക് ഈ കാർഡ് കൗണ്ടർ അപ്ഡേറ്റ് ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, ഉപയോഗിക്കാൻ കഴിയും. ചിലപ്പോൾ ഈ 24 ശേഷം ചിലപ്പോൾ എനിക്ക് 10-15 ദിവസം ഉപയോഗിക്കാൻ കഴിയും. ചിലപ്പം ജൂലൈയിലായിരിക്കും അടുത്ത പുതിയ വേർഷൻ വരുന്നത്. അത് ഞാൻ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇത് അപ്ഡേറ്റ് ചെയ്യാൻ പറയും.
അന്നേരം ഞാൻ കാർഡ് കൗണ്ടർ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മുടെ ആക്ടിവേഷൻ എക്സ്പയർ ആയി എന്നുള്ള മെസ്സേജ് വരും. ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ സീരിയൽ നമ്പർ കോപ്പി ചെയ്തെങ്ങാണ്ട് ആക്ടിവേഷൻ ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങൾ മെയിൽ ചെയ്യുക, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കാർഡ് ആക്ടിവേഷൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഈ 2 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ട സപ്പോർട്ട് ആക്സസ് എവിടെ നിന്ന് കിട്ടുമെന്നുള്ളതും അതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാന്നുള്ളതും അതിൻ്റെ ഉള്ളിൽ നിന്ന് പുതിയ ഫയലുകൾ, അതായത് പുതിയ സെറ്റപ്പുകൾ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാന്നുള്ളത്. രണ്ടാമത്തെ കേസ്, UMT ഉപയോഗിക്കുന്ന സമയത്ത് എറർ മെസ്സേജ് ആണെങ്കിൽ ആക്ടിവേഷൻ കഴിഞ്ഞോ എന്നുള്ളത് എങ്ങനെ ചെക്ക് ചെയ്യാം, ആക്ടിവേഷൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ കാർഡ് കൗണ്ടർ എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം, പുതിയ ഡോങ്കിൾ വാങ്ങുന്ന കേസിൽ ആ ഡോങ്കിളിൻ്റെ ഫേംവെയർ നമുക്ക് എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം. ഇങ്ങനത്തെ 3 കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്തത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.